രക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം പാരിതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാവല്ലോ. സ്വർണരത്നാഭരണം ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നഞ്ച പ്രിയായൊരു രക്ഷിതാനും പ്രാപിച്ചു ദേവലോകവും. രാമദേവനനുജ്ഞനും കൗശികമുനീന്ദ്രനും ദിവ്യവസ്ത്രങ്ങളെല്ലാം ആശു. രാഘവനുപദേശിച്ചു സക്ഷണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും. രമ്യകാനനമേത്രേ വസിച്ചു കാമ്യാശ്രമി. രാത്രിയും പഞ്ഞിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാര. പുലർകാലേ ഭൂപ്യസിദ്ധാശ്രമം വിശ്വാമിത്രനും. മുനിമുഖന്മാരിതേറ്റു വന്ദിച്ചാരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും. സംഹാരം ചെയ്താർ വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രൻ നോക്കു പ്രീതി പൂണ്ടരുൾ ചെയ്തു. കൂടാതെ രക്ഷിച്ചിടുവാൻ എന്തു ചെയ്തു. ദുഷ്ടരാമിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നു